അച്ഛന്മാരെ ഇത് ബോട്ടിലേക്ക് കയറ്റാൻ വേണ്ടി വരിയായിട്ട് നിൽക്കുന്ന ഐസുകളാണ്. അവിടെ നിന്ന് ഇങ്ങനെ പൊടിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ മുകളിലേക്ക് കയറിയാണ്ട് ഇങ്ങനെ ആ ബോട്ടിലേക്ക് കയറ്റാനുള്ള കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് 2 ബോട്ട് വേറെയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ബോട്ടിൽ എങ്ങനെ കയറ്റുന്നതെന്നുള്ളത് കാണാം. നമ്മൾ ഉള്ളിൽ കയറി നോക്കിയാലോ. ബോട്ടിൻ്റെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബോട്ടാണ്. കുറച്ച് റിസ്ക്കാണ് ഇവിടുന്ന് മുകളിൽ കയറാൻ. ഈ ടയറിലൊക്കെ പിടിച്ച് കയറണം. നമുക്ക് നോക്കാം. ഒരു ബോട്ട് നിർത്തി ഐസ് സെറ്റാക്കുന്ന ടൈമിൽ അവർക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അച്ഛന്മാരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലെത്തിക്കണം കേട്ടോ. ഇത് നമ്മളെ അണ്ണന്മാരാണ്. അവർ അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന പറഞ്ഞേ. നമ്മളെ അണ്ണൻ ഇറങ്ങുന്നുണ്ട്. നമുക്ക് നോക്കാം, പോയേക്കാം. ഇതിലൂടെ അടിയിലേക്ക് ഇറങ്ങാം. കുറച്ച് റിസ്ക്കാണ്. അടിയിലെത്തി. ഞാനിത് അതിൽ കൂടെ ഇപ്പം ഇങ്ങനെ ഇറങ്ങിട്ടോ. ഇറങ്ങിയിട്ട് ഇതാ എൻ്റെ ഉള്ളിൽ അവർ ഇൻവേർട്ടർ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി കണ്ടില്ലേ, കുറേ അറകളുണ്ട് കേട്ടോ. ഇതിലൊക്കെ ഓരോ മീനിനെ ഇങ്ങനെ സെറ്റാക്കി വെക്കലാണേ. ഐസ് കല്ലി ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റൂല. അന്തേ സൈഡാ അയ്യാണ് ഫുൾ സപ്പോർട്ട് കേട്ടോ. ഐസായതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ. ടൈറ്റ് ആയിരിക്കും. പരവായില്ല. എന്നാ പേരെന്നാ? പേര് ആകാശ്. എന്താ ഊരെങ്കിൽ? ദിണ്ടുകൾ. തമിഴ്നാട്. തമിഴ് എന്താ പക്കം இருக்கும்? പളനിയാ? പളനി ഇല്ല കേട്ടോ. മീനുണ്ടല്ലേ, അയക്കുറുണ്ട്, കാരടുണ്ട്. അവര് വിച്ചേന്റെ ബാക്കി ഇതെന്നാ പണു? കറിക്ക്. ഇവർക്ക് കറി വെക്കാനുള്ളതാണേ. ബാക്കി എല്ലാ മീനും അവരിറക്കിയിട്ട് ഐസ് സെറ്റ് ആക്കിയിട്ട് പോയിട്ട് എത്ര നാള് கடல்ல இருப்பேன்? ஒரு வாரம் 10 நாள். மீன் கிடைக்கிற பொறுத்து 3 நாள்ல ஏறும், 5 நாள்ல ஏறும், 2 நாள்ல ஏறும். மீன் ஃபுல்லா அச்சனா ஏறும். മീൻ എപ്പോഴാ ഫുള്ളാവുന്ന അപ്പോൾ അവർ കയറി വരും. ചിലപ്പോൾ 10 ദിവസം പിടിക്കും, അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് മീനാവണമെങ്കിൽ 5 ദിവസം കൊണ്ട് പിടിക്കും. കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലുള്ള സെറ്റപ്പ് എങ്ങനെ ഉണ്ടല്ലേ. ഐസിൻ്റെ ഐസ് ഫുള്ളാക്കിയത് കൊണ്ട് അത് തുറക്കാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ. കുറച്ച് റിസ്ക് കേട്ടോ, വേറെ സ്റ്റെപ്പൊന്നുമില്ല കയറാൻ. കണ്ടില്ലേ ഇതിലൂടെ ഐസ് ഇതാ മൊത്തത്തിൽ ദമ്മാക്കിയിട്ടുണ്ടേ. കണ്ടില്ലേ നമുക്ക് അടിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, അപ്പുറത്തെ ഡോറ് തുറങ്ങാനും പറ്റില്ല. ഇതാ ഇനി സെറ്റാക്കി കൊണ്ട് നിൽക്കണം. ഐസ് ഇത് അതിൽ കൂടെ വന്നുകൊണ്ട് ഇങ്ങനെ വരും. അണ്ണാ ബോട്ടൊക്കെ പേരെന്നാ? സിയാൻഡർ. ഇവിടെ ഉണ്ടല്ലേ സിയാൻഡർ എന്ന് പറഞ്ഞ ബോട്ടാട്ടോ. മച്ചമറെ ഞാനിപ്പോൾ ബോട്ടിൻ്റെ പുറത്ത് ഇറങ്ങിട്ടോ. ഇവിടെ ഇപ്പോൾ ഐസ് കയറ്റൽ തുടങ്ങി. കണ്ടില്ലേ കണ്ടില്ലേ, കാണിച്ചു തരാം. നേരത്തെ അവിടെ സെറ്റായി വെച്ച ഐസുകളാണ് ഇപ്പോൾ പോണേ. അങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ കയറി അവിടെ പോയി.